ഹലോ, ഒന്ന് നമ്മളെ മെയിനായിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയ താമരമുട്ട എങ്ങനെ ഭംഗിയായി നടാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആദ്യം അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ട്. ഇത് ചാണകപ്പൊടി, ഇതാണ് നമ്മൾ പച്ച ചാണകത്തിൻ്റെ പകരം ഉപയോഗിക്കുന്നത്. പിന്നെ ഫസ്റ്റ് നമ്മൾ കാണിച്ചു തന്ന പാക്കില്ലേ, അതാണ് എം സിയിൽ എന്തിനാണെന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. എന്നാലും അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പൊട്ടിയ പാത്രങ്ങളും അതേപോലെ ഓട്ട അടയ്ക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പശയാണ് എം സിയിൽ എന്ന് പറയുന്നത്. ഇത് രണ്ട് വിധത്തിലാണ് ഉണ്ടാവുക. ഒന്നൊരു വൈറ്റ് നിറത്തിലുണ്ടാവും, പിന്നെ ഒന്ന് ബ്ലാക്ക് നിറത്തിലുണ്ടാവും. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഈ എഫക്റ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുക. അതായത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇത് കാണിക്കേണ്ട എഴുതാണ്ട് ഒരു പ്രൊമോഷൻ വീഡിയോ ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ആരും. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സാധാരണയായിട്ട് നമ്മളെ ബൈക്കിൻ്റെ ടാങ്ക് ലീക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ച് ശരിയാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണിത്. പിന്നെ നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ വർക്ക് എടുക്കുന്ന സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ പാത്തി വർക്കൊക്കെ കാര്യമായിട്ട് എടുക്കുമ്പോൾ ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ട കാര്യങ്ങളാണ് ലീക്ക് അടയ്ക്കാനും സംഭവത്തിനൊക്കെ നിർബന്ധമായിട്ട് മുൻപന്തിയിലുള്ളൊരു ഘടകം കൂടിയാണ് എം സിയിൽ. അപ്പോൾ അത് നന്നായിട്ട് ഇതേമാതിരി മിക്സാക്കിയിട്ട് വേണം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. നന്നായി മിക്സാക്കിയ എം സിയിൽ ആ ഓട്ടമുള്ള ഭാഗങ്ങളിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇത് തേച്ച് കൊടുത്തിട്ട് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചില സുഹൃത്തുക്കളെങ്കിലും ചെയ്യുന്നതായിരിക്കും. കുറച്ച് വെള്ളം ഉപയോഗിച്ചാണ്ട് ഒന്ന് മിനുസപ്പെടുത്തിയെടുത്താൽ കുറച്ചും കൂടി ബെറ്ററായി അത് കാണപ്പെടുന്നതാണ്. ഞാൻ തൽക്കാലം വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല. നമുക്ക് ചട്ടീൻ്റെ അടി പോകുന്ന ഭാഗമായതുകൊണ്ട് അത്ര ഗ്ലേസിങ് കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ എം സിയിൽ ഇതേമാതിരി ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള പരിവാണ്. ഇതിക്കാണ് നമ്മൾ വെള്ളം നിറയ്ക്കേണ്ടത്. നമുക്ക് കിട്ടിയ മുതൽ ഇതാണ്. 2 ഇല വന്നിട്ടുണ്ട്, ബാക്കിയൊക്കെ നമ്മളെ കയ്യിലാണ്. പിന്നെ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ നമ്മളെ പോട്ട് മിക്സ് കറുത്ത മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ കരുതിയിട്ടുള്ളത്. താമര കുഴിച്ചിടുമ്പോൾ ഏറ്റവും ബെറ്ററായിട്ടുള്ളത് പച്ച ചാണകമാണ്. നമ്മളെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ചാണകപ്പൊടി വാങ്ങിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചേറ്, പാടത്തുള്ള ചളികൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിരിക്കും. നമുക്ക് കിട്ടാനും ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്തായാലും വളമ കുറഞ്ഞു പോയി എന്നൊരു തോന്നൽ എനിക്കില്ല. എന്തായാലും നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ട് ചട്ടിയിൽ നിറച്ചിട്ട് നല്ല പോലെ ചട്ടിയിൽ നിറച്ചിട്ട് വേണം ഈ നമ്മുടെ താമര പോട്ട് ചെയ്യാനായിട്ട്. താമര പോട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അധികം അടിയിൽ നമുക്ക് കിട്ടിയ വിത്ത് അധികം അടിയിൽ പോവാതെ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഏറ്റവും പെട്ടെന്ന് അറിയാൻ പറ്റുന്നത്. ഇതൊരു പരീക്ഷണം മാത്രമാണ്. ഇത് വിജയിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നമ്മളെ കൈ കിട്ടിയപ്പോൾ ഇങ്ങനെയാണ് കാണപ്പെട്ടത്. ഇതിൻ്റെ കുറച്ച് വേരുകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം മാത്രമാണ് ഞാനിത് നട്ടിട്ടുള്ളത്. ഇതെങ്ങനെ നടേണ്ട രീതിയൊന്നും എനിക്കറിയില്ല. താമര ആദ്യമായിട്ടാണ് നമ്മളൊരു പരീക്ഷണത്തിന് നിൽക്കുന്നത്. അപ്പോൾ എന്തായി തീരുന്നൊന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്